സിബി, മറ്റൊരു സുപ്രധാന ചോദ്യം, ഈ കസ്റ്റഡി മരണം, ഇതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് എന്ത് പറയാൻ പറ്റും? കസ്റ്റഡി മരണം ഒരു കാരണവശാലും സംഭവിക്കരുത്. ഈവൻ അദ്ദേഹം സൂയിസൈഡ് പലയിടത്തും ഇങ്ങനെ നടക്കുന്നുണ്ട്, പല സ്റ്റേഷനിലും. ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഒരാൾ നമ്മുടെ കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവന്റെ വില നമ്മുടെ കയ്യിലാണുള്ളത്. കാരണം അയാൾ ഇൻ കേസ് ഇപ്പം ഞാൻ പറയാം, കസ്റ്റഡി മരണം പലപ്പോഴും ഈ പോലീസ് ടോർച്ചർ കൊണ്ട് സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെയും അയാൾക്ക് വേണമെങ്കിൽ സൂയിസൈഡ് ചെയ്യാം. ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഈ അണ്ടർവെയറിന്റെ ഇലാസ്റ്റിക് അഴിച്ചിട്ട് അത് ഈ പിന്നെ നമ്മുടെ ലോക്കപ്പിന്റെ കമ്പിയിൽ കെട്ടിയിട്ട് തൂങ്ങി മരിച്ചിട്ടുണ്ട് ആള്. അത് അശ്രദ്ധയാണ്. തൂങ്ങി മരിക്കാൻ പറ്റുമോ? പറ്റും, സാധിക്കുകയൊക്കെ ചെയ്യും. കാരണം നമ്മുടെ ഈ ശരീരത്തിന്റെ ഭാരം ശരിക്ക് ഈ ശരീരത്തിന്റെ ചെറിയൊരു ഭാഗം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ നെർവ് പൊട്ടിക്കഴിഞ്ഞാൽ, ഉള്ളിൽ പൊട്ടിക്കഴിഞ്ഞാൽ പോയി തീർന്നു. പക്ഷെ അത് സംഭവിക്കാതിരിക്കാനായിട്ട് അവിടെ പാറാവ് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമാണത്. അന്നേരം അദ്ദേഹത്തിന്റെ പാളിച്ചാണ്. അതുപോലെ അദ്ദേഹത്തെ അതേപോലെ അലർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥനുണ്ട്, അവിടുത്തെ SHO ഉണ്ട്, അദ്ദേഹം അത് ചെയ്യണം. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കസ്റ്റഡി മരണം. അപ്പം മറിച്ച് ഈ ഉദ്യോഗസ്ഥന്മാർ അല്ലെന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കാറുണ്ടോ? ഉപദ്രവിക്കാറുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയട്ടെ, നമ്മൾ ഈ പിന്നെ സമൂഹത്തിൽ നമ്മൾ ഉപദ്രവിക്കേണ്ടവരായിട്ട് തോന്നുന്ന ചിലരുണ്ട്. അതായത് ഗുണ്ടകള്, തനി കള്ളന്മാര്. ഉത്തരം പറയാത്തതല്ല സാർ, നമ്മൾ മറുപടി കൊടുക്കുന്ന അങ്ങനെയായിരിക്കും. കാരണം ഈ കള്ളൻ അവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിലാക്കിയാലും അവന് 3 വർഷം തടവ് കിട്ടും. ഇനി 3 വർഷം കിട്ടിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ നല്ലൊരു വക്കീലാണെങ്കിൽ അവന് ഊരി പോകാൻ പറ്റും. പക്ഷേ എൻ്റെ ലിമിറ്റിൽ അവൻ കളവ് ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ചുമതലയാണ്. അപ്പം ഒരു ടെറർ, അതായത് ഒരു അദ്ദേഹത്തെ ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്ന ഒരു രീതിയുടെ ഭാഗമായിട്ട് ചിലർ ശിക്ഷിക്കാം, ചിലർ പീഡിപ്പിച്ചേക്കാം. അത്രയേ ഉള്ളൂ. അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ഒരാളെയും ആരും കൈവെക്കില്ല, ആവശ്യമില്ല എൻ്റെ. പിന്നെ ഗുണ്ടകള്, സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറുന്ന ആൾക്കാർ, ചിലപ്പം നടു റോഡിൽ തന്നെ വെച്ചിട്ട് ചിലപ്പോൾ മുഖത്തടിച്ചിട്ട് അതേ ആൾക്കാരുടെ മുമ്പിലൂടെ നടത്തിക്കേണ്ടി വരും. ഈ ഗുണ്ടകൾ എന്ന് പറയുമ്പം എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ ഗുണ്ടയാകുന്നത്? ആസ് പെർ യുവർ കൺസെപ്റ്റ് പ്യൂർലി സമൂഹത്തിന്റെ വീഴ്ച തന്നെയാണത്. അയാൾ വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തിൽ അയാൾ അബദ്ധത്തിൽ ഒരു കേസിൽ ഉൾപ്പെടുന്നു, പിന്നെ ഒരു വീരപരിവേഷം കിട്ടുന്നു, അയാളുടെ കൂടെ കുറച്ച് ആൾക്കാർ. ചില സിനിമയിലൊക്കെ കാണിക്കുന്ന സത്യമാണല്ലേ? സത്യം തന്നെ, സത്യം. അതായത് വളരെ യാദർച്ഛികമായിട്ടൊരു തെറ്റിൽ ചെന്ന് ചാടുന്നു, അതെ അതെ, അതിന് ഒരു ശിക്ഷ നേരിടേണ്ടി വരുന്നു. പിന്നെ ആ ശിക്ഷയിൽ നിന്ന് പതുക്കെ ഉണ്ടാകുന്ന റിവെഞ്ചുകളാണ് പിന്നെ ഒരു ഗുണ്ടയായിട്ട് മാറാം. അങ്ങനെ മാറാം. ആ സാഹചര്യം ഉണ്ടല്ലോ, അയാൾ വളർന്നു വരുന്ന സാഹചര്യം. ബോംബെയിലൊക്കെ ആണെങ്കിൽ അധോലോക നായകനായിട്ട് മാറും. ഇപ്പൊ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ നേരത്തെ പറഞ്ഞിരുന്ന LSD MDMA എന്താണ് ആ സംഭവം? അതൊരു കെമിക്കൽ ഡ്രഗാണ്. അതായത് സാധാരണഗതിയിൽ ഇപ്പം കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈവമാണ് അല്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കലി ഉണ്ടാക്കുന്ന പ്രിപ്പയർഡ് ആണ്. ഇപ്പൊ അവർക്കൊന്നും എന്താണ് മദ്യം ആവശ്യമില്ല, ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് എന്താണ്? അത് പെട്ടെന്ന് നമ്മുടെ ഒരു ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയാണ്. എപ്പോഴും ഒരു ക്രൈമിന്റെ, ഒരു ഹീനിയസ് ക്രൈമിന്റെ പിന്നിൽ ഒരു ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റ് ഉണ്ട്. ഒന്നുകിൽ അത് കഞ്ചാവായിരിക്കാം, അല്ലെങ്കിൽ മദ്യമായിരിക്കാം. അതിന്റെ ഹൈറ്റ് അതാണ് ചിലപ്പം ഈ ഭയങ്കര ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റിലേക്ക് ഒരാളെ നമ്മൾ അടിച്ചാൽ, അല്ലെങ്കിൽ അയാൾ വേറൊരു ഗുണ്ട ടീമുമായിട്ട് അടി വെക്കുകയാണെങ്കിൽ തന്നെ അയാൾക്ക് അടിയൊന്നും ഏൽക്കില്ല. അതുകൊണ്ട് അയാൾ നിന്ന് പോരാടും. അത് ആ ഒരു രീതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ MDMA. അത് കൃത്യമായിട്ടും കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഈ ചാരായ നിരോധനത്തിന് ശേഷമാണ് കഞ്ചാവ് കുറെ കൂടുതൽ വന്നത്. കാരണം മണക്കില്ല. ഇതാ ശരിക്കും അവരുടെ ആ ഒരു എക്സ്റ്റസി കിട്ടുകയും ചെയ്യും. എന്നാൽ വീട്ടിൽ വന്നാൽ ആരും മനസ്സിലാക്കുകയില്ല. അതിനുശേഷം കെമിക്കലി പ്രിപ്പയർഡ് ആയിട്ട് വന്നതാണ് ഈ MDMA എന്ന് പറഞ്ഞ സാധനം. ശരീരത്തെ ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. ഇവരെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ബോഡി ബിൽഡേഴ്സ് അമിതമായിട്ട് മറ്റേ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് MDMA ഒരു സാധാരണക്കാരൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്? ഈ MDMA കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർ, എന്ത് ചെയ്യാനുള്ള ഒരു ധൈര്യം, പിന്നെ വേദനയില്ലായ്മ, ഇതൊക്കെ പറഞ്ഞറിഞ്ഞിട്ടുള്ളതാണ്. അല്ല, അതൊരു പോയിന്റാണ്. ഈ വേദനയില്ലായ്മ എന്ന് പറയുമ്പം ഈ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ നമ്മൾ CCTV ദൃശ്യങ്ങൾ കാണുമെന്ന് പറയുമ്പോൾ അടി കൂടുന്ന കണ്ടിട്ടുണ്ട്. ഈ അടി കൂടുമ്പോഴത്തേക്ക് ഈ വളരെ മെലിഞ്ഞിട്ട് കൊച്ചു പയ്യന്മാരാണ് എന്നിട്ട് ഭയങ്കരമായിട്ട് അടിക്കുന്നത്. അപ്പൊ അവനൊക്കെ നല്ല അടി തിരിച്ചു കിട്ടിയാലും അവനൊന്നും ഇതാവുന്നില്ല. അപ്പം ഞാനൊക്കെ ഇരുന്നാലോചിക്കും, ദൈവമേ ഒരടി നമ്മുടെ പുറത്തു വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തേണ്ട കിടക്കുന്നു അല്ലേ എന്ന് പറഞ്ഞവർ വീഴും. പക്ഷെ ഈ ഒരു സംഭവമായിരിക്കാം ഒരു പക്ഷേ അതിന്റെ പിന്നിൽ അല്ലേ? അതുകൊണ്ട് ഇപ്പൊ ഒരു ടെറസ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ നോർമലിൽ ഇരിക്കുന്ന ഒരാൾ നിൽക്കില്ല. ഈ സ്റ്റേറ്റിലുള്ള ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റിലുള്ള ഒരാൾ അത് ചെയ്യും. ചെയ്യാനുള്ളൊരു
ഇതിലേക്ക് അവൻ്റെ മനസ്സ് ഉയരും. അങ്ങനെയാണ്. അപ്പൊ ഇതിനെങ്ങനെ ഒരു നിയന്ത്രണം? അല്ല, അത് പോലീസ് പിടിക്കണം. പിന്നെ ഇത് എവിടുന്നാണ് വരുന്നത്? ഇത് ഗോവ അല്ലെങ്കിൽ മുംബൈ, പല സ്ഥലങ്ങളുണ്ട്. ചെന്നൈ ഉണ്ട്. ചെന്നൈയിലേക്ക് കടൽമാർഗം വേറൊരു രാഷ്ട്രത്തിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ലൈനുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പൊ ഇത് കുട്ടികൾക്ക് സുലഭമായിട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട് കേരളത്തിൽ? ഇപ്പൊ ലഭ്യമാണ്. ഇത് വളരെ എക്സ്പെൻസീവ് ആണോ? എക്സ്പെൻസീവ് ആണ്. ചെറിയ ഗ്രാമം പോലും എക്സ്പെൻസീവ് ആണ്. പക്ഷെ വളരെ ചെറിയൊരു ഗ്രാം മതി നമുക്ക് ഇത് എഫക്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഈ ഒരു ശക്തി, അതായത് അപ്പം ഉണ്ടാവുന്ന ഒരു ആർജവും എന്തും ചെയ്യാനുള്ളൊരു ഇതും ബാക്കിയെല്ലാം ഒരു ഫാന്റസി ഇതല്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ ഡൗൺ ആവുമെന്നും വീണ്ടും അത് ചെന്നാൽ മാത്രമേ വീണ്ടും നോർമൽ ആകത്തുള്ളൂ. അപ്പം അഡിക്ഷൻ. അപ്പൊ ഇതിന്റെ അനന്തരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സമൂഹം വളരെ പിന്നെ വേറൊരു രീതിയിലേക്ക് മാറിപ്പോല്ല. ഈ കഴിക്കുന്ന വ്യക്തിക്ക് അധികം കാലം ആയുസുണ്ടായില്ല. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാര് അധികം ആയുസുണ്ടാവില്ല. എന്തായാലും സിബി നമ്മുടെ പബ്ലിക്കിന് നൽകുന്ന ഒരു സന്ദേശമാണ്. ഇതൊരുപാട് കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയുന്നു. പക്ഷെ അത് ചെയ്യരുത്. വേറൊന്നുമല്ല, ഏകദേശം 10 വർഷമേ നിങ്ങളുടെ ആയുസ് കാണത്തുള്ളൂ. പിന്നെ ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ ഒരു 2 വർഷം കൂടെ ഗ്രാൻഡ് കിട്ടും. വയലാർ സാർ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന്. ആ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കൂ, അപ്പം മനസ്സിലാവും ഈ മനോഹാരിത, നമ്മളുടെ ഈ ഭൂമിയുടെ, ഈ പ്രകൃതിയുടെ മനോഹാരിത അങ്ങ് കിടക്കുകയില്ലേ ഇന്ത്യ മുഴുവൻ നിറഞ്ഞ്, എസ്പെഷ്യലി നമ്മുടെ സ്വന്തം ഗോഡ്സ് ഓൺ കൺട്രി. ആ മനോഹാരിത ആസ്വദിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലത്, അല്ലേ സിബി? തീർച്ചയായും. ഓക്കെ. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഷേണി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ അതിന് ഷേണി പോലീസ് സ്റ്റേഷൻ പേരിട്ടെന്ന് മാത്രം. അതായത് കാസർഗോഡ് ജില്ലയിൽ. ശരിക്കും ആ സ്ക്രിപ്റ്റിനകത്ത് തമിഴ്നാടായിരുന്നു. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമായിരുന്നു. അതെ. ആ ഗ്രാമത്തിൽ കൂടെ ഒരു വണ്ടി ആദ്യമായിട്ട് വെളുപ്പിന് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ആദ്യം ഇരുട്ടത്തുള്ളൊരു ഷോട്ട്. അതിന് പുലർന്ന് വരുന്നൊരു ഷോട്ടിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് ഇങ്ങനെ പോകുന്ന ഷോട്ടായിരുന്നു അന്ന് അദ്ദേഹം എഴുതിയിരുന്നത്. ഇതിലെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അന്ന് ഒരു തമിഴ്നാട്ടിൽ ഒരു ആലിൻ്റെ ചോട്ടിലുള്ള ചെറിയ സ്ഥലം, അവിടെ ഒരു ബാർബർ ഷോപ്പ്, ഒരു കട, ഇത് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ, ഒരു അമ്പലം, അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്തെ ഉള്ള ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു നേരത്തെ. അതെല്ലാം മനസ്സിൽ കണ്ടിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഓരോ ഫ്രെയിമും അല്ലേ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഈ സിനിമ വന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് റിക്കളക്ട് ചെയ്യുന്നത്. എനിക്ക് സത്യത്തിൽ ഞാൻ ഈ പടം കണ്ടില്ല, വളരെ നല്ല അഭിപ്രായം കേട്ടു. ഞാൻ അങ്ങനെ പടം കാണുന്ന ശീലം എനിക്കില്ല, ഒട്ടുമില്ല. സമയം കിട്ടാറില്ല. പക്ഷേ എനിക്ക് തിയേറ്ററിൽ പോയി കാണുന്നതാണ് ഇഷ്ടം. പക്ഷെ അതിപ്പം നടക്കുന്നില്ല. അത് കാരണം ഈ നമ്മുടെ ടി വിയിൽ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, അത് നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോഴത്തേക്ക് ഫോൺ വരും, പിന്നെ ഉടനെ ആ ഫോണിൽ നോക്കുമ്പോഴത്തേക്ക് അത് പിന്നെ പോസ് ചെയ്യും, പിന്നെ ആ കണ്ടിന്യൂറ്റി ഒക്കെ പോകും. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നല്ല എനിക്ക് കണ്ട പോലെ തന്നെയാണ് എനിക്കറിയാം. അതായത് ഓരോ കഥ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് സാറ് ഓരോ ഫ്രെയിമും അല്ല മനസ്സിലിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊന്നുമല്ല, അതിനകത്ത് ഞാനൊരു സീൻ കൺസീവ് ചെയ്തിരുന്നു. അതായത് ഇദ്ദേഹത്തിനെ വെളിക്ക് കൊണ്ടുപോകുമല്ലോ ഗരുതൻ. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന പോലീസുകാരൻ അങ്ങ് മടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഇവനെ കൊണ്ടുപോകണം. അപ്പോൾ ഒരു നാഗസ്വരക്കാരൻ അവിടെ എന്തോ ഒരു ആവശ്യത്തിന് വന്ന് ഈ അമ്പലത്തിൻ്റെ അവിടെ നിൽക്കും. അതിൻ്റെ കുറേ അപ്പുറത്തായിട്ട് ഒരു ചെറിയ വിളയിലാണ് ഇവനെ കൊണ്ടിരുത്തിയിട്ട് ഇയാൾ കാവൽ നിൽക്കുക. ഇയാൾ കൂടെ പറയുന്നുണ്ട്, എൻ്റെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഈ വെളിക്ക് കൊണ്ടുപോയി ഇരുന്നൊന്നും അങ്ങനൊന്നും റൂളൊന്നുമില്ല, ഇത് ഞാൻ ഔട്ട് ഓഫ് ദ വേ ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ കുറേ ഫണ്ണിയസ്റ്റ് ഡയലോഗ്സ് ഉണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടെ ചോദിക്കും, ഡാ എന്തായി എന്ന് ചോദിക്കും. അപ്പം ഇല്ല, ഒന്നും ആയില്ല, കാരണം സാധനം തൊണ്ടി മുതൽ വരണ്ടേ. അപ്പം ഇയാൾ ഒന്നും ആയില്ലെന്ന് പറയും. അപ്പം നോക്കുമ്പോൾ നാസരക്കാരനത് വഴി മറ്റേ ഈ അമ്പലത്തിൽ ഇതെല്ലാം കഴിഞ്ഞു പോകും. അപ്പം അവൻ്റെ അടുത്ത് ഡേ ഒന്ന് വായിച്ചു വിടറേ, കാരണം ഇവനൊന്ന് കേട്ടെങ്കിലും ഒന്ന് വരട്ടെന്ന്. അങ്ങനെ കുറെ ഹ്യൂമറസ് ആയിട്ടുള്ള സീനുകളുണ്ടായിരുന്നു. ഓക്കെ, ഇതില് പിന്നെ ഈ ഫഹദിന്റെ ഇവൻ പുറത്തടിക്കുന്നുണ്ട് ഒരു പോലീസുകാരൻ. ഇവൻ കുറച്ച് താമസിച്ചിട്ട് വരുന്നില്ലല്ലോ. അപ്പത്തേക്കും പിന്നെ ഇവൻ പറഞ്ഞു സാറേ പോവാ എന്ന് പറഞ്ഞു. അതെന്താ പോകുന്നില്ലേ? മൂടങ്ങ് പോയെന്ന് പറഞ്ഞു. ഇരിക്കാനുള്ള മൂട. പിന്നെ ഈ പഴക്കൊല കൊടുക്കുന്ന സീനുണ്ട്. എന്നിട്ട് ലാസ്റ്റില് പറയുന്നുണ്ട്, ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ കടയിൽ കൊടുക്കുമ്പോഴത്തേക്ക്
ഒരാൾ ചെവിയിൽ പോയി പറയും, സാറേ ഇത് വേറൊരുത്തൻ്റെ വയറ്റിൽ കുറേ നാൾ കിടന്നാണെന്ന്, എന്നിട്ട് ഇത് തിരിച്ചു കൊടുക്കും. അങ്ങനെ ഇതിനകത്ത് കാണത്തില്ല ചിലപ്പോൾ. ഇല്ലില്ല, അതില്ല. പക്ഷെ പറയുന്നുണ്ട്, ശ്രീജ പറയുന്നുണ്ട്, എന്നെ വൈക്കത്തപ്പനാണേ ഞാൻ അവൻ്റെ വയറ്റിൽ കിടന്ന് മാറാൻ ഉപയോഗിക്കില്ല. അങ്ങനെ ആക്കി.